13 ദിവസം നീണ്ടുനിന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സ്കൂൾ കലോത്സവം പാലക്കാട് സമാപിച്ചു. 2000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത കലോത്സവം അവസാനിപ്പിച്ചപ്പോൾ 553 പോയിന്റുകൾ നേടി തൃശൂർ ജില്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 505 പോയിന്റുകൾ നേടി കോട്ടയം ജില്ല 2ഉം 431 പോയിന്റുകൾ നേടി കോഴിക്കോട് ജില്ല 3ആം സ്ഥാനവും നേടി. പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ ശ്രുതിഭരതം സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ 2000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിൽ ഞരളത്ത് ഹരിഗോവിന്ദൻ വിശിഷ്ടാതിഥിയായി. ഭാരതീയ വിദ്യാനികേതൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഈ ഒരു സംസ്ഥാന കലോത്സവം വിജയകരമായി തീർന്നിരിക്കുകയാണ്. ഏതൊരു പ്രവർത്തനത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനമാണ്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് സംഘേ ശക്തി കലിയുഗേ. ഈ കലിയുഗത്തിൽ ഏതൊരു പ്രവർത്തനവും സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ വിജയിപ്പിക്കാൻ സാധിക്കും. ഒരൊറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കില്ല. മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 553 പോയിന്റുകൾ നേടി തൃശൂർ ജില്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 505 പോയിന്റുകൾ നേടി കോട്ടയം ജില്ല 2ആം സ്ഥാനവും 403 പോയിന്റുകൾ നേടി കോഴിക്കോട് ജില്ല 3ആം സ്ഥാനവും നേടി. വ്യാസവിദ്യാപീഠം മാനേജ്മെന്റ് പ്രസിഡന്റ് CA രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവ പ്രമുഖ് കൃഷ്ണൻകുട്ടി, BVN ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ N, സംസ്ഥാന കലോത്സവ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജീവ് N, വ്യാസവിദ്യാപീഠം പ്രിൻസിപ്പൽ A ചെന്താമരാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, പാലക്കാട്.